നിങ്ങൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്റ്റേജിലേക്ക് വിളിച്ചതിനെ ചൊല്ലിയുള്ള സംഭവ വികാസങ്ങൾ. അന്ന് ആ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ ഒരു വയോധികനായ ഉസ്താദ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടത് ദിവസങ്ങളോളമാണ്. ആ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ മതമൂല്യങ്ങളും മതവിധികളും ആഴ്ചകളോളം ചർച്ച ചെയ്യപ്പെട്ടു. ഡിബേറ്റുകൾ, വിശകലനങ്ങൾ, പ്രമുഖരുടെ പ്രതികരണങ്ങൾ. അന്ന് ഓരോ ചാനലുകാരും അതൊരു വലിയ സാമൂഹിക വിപത്തായി, സാമൂഹിക വിഷയമായി കൊണ്ടാടി. മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും ആ ഒരൊറ്റ വിഷയത്തിൽ തുടർച്ചയായി 3 ദിവസങ്ങളാണ് പ്രൈം ടൈമിൽ ചർച്ച നടത്തിയത്. ഇനി മറ്റൊരു വിഷയത്തെക്കുറിച്ച് പറയാം. ഇന്നലെ ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെക്കുറിച്ച് ഒരു RSS സോക്കോൾഡ് ബുദ്ധിജീവി പറഞ്ഞത് അവരെല്ലാവരും കൊല്ലപ്പെടേണ്ടവരാണെന്നും അവിടെ തടിച്ചുകൂടിയ വിദ്യാർത്ഥിനികളെല്ലാവരും തന്നെ കൂട്ടബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരുമാണ് എന്നൊക്കെയുള്ള അതീവ ഗുരുതരവും അതിമ്ലേച്ഛവുമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ട് ഇന്നേക്ക് മണിക്കൂർ 24 കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളാരും തന്നെ വലിയ രീതിയിൽ ഇത് അറിഞ്ഞു കാണില്ല. കാരണം ഞാനിപ്പോഴും നോക്കി, ഒരു മലയാള മാധ്യമങ്ങളും തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രൈം ടൈം ചർച്ചയും നടത്തിയിട്ടില്ല. സാമൂഹിക വിശകലനങ്ങളോ ധാർമ്മിക രോഷങ്ങളോ മതപരിഷ്കാര ക്ലാസ്സുകളോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഇന്ന് ഓരോ വിഷയത്തിൻ്റെയും മെറിറ്റ് തീരുമാനിക്കുന്നതിനും അതിൻ്റെ ഗൗരവം അളക്കുന്നതിനും ചില മാപ്പിനികളുണ്ട്. അത് ആദ്യം ആരാണ് പറഞ്ഞതെന്നും ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നും ആദ്യം നോക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിഷയം ഗുരുതരമാണോ എന്ന് അളക്കാനൊക്കൂ എന്നുള്ളതാണ് വെപ്പ്. സോക്കോൾഡ് മതേതര കേരളം ഇന്ന് അങ്ങനെയൊക്കെയാണ്.